ഇന്നത്തെ ഈ സെഷൻ നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ആണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഓറിയന്റേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു സിലബസ് ഡീകോഡിംഗ് സെഷൻ നിങ്ങൾ കണ്ടിരുന്നു. അപ്പോ അത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സുകളെ കുറിച്ചൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് പോവാണ്. നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇന്നത്തെ സെഷനിലേക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും നമ്മൾ വെൽക്കം ചെയ്യാണ്. ഇപ്പൊ എന്റെ പേര് രാഖി. എന്റെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്ററാണ്. എന്റെ കൂടെ തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ അനുഷ്യ മാം ഉണ്ട്, അതുപോലെ തന്നെ വാണി മാം ഉണ്ട്. അപ്പൊ നമുക്ക് അധികം താമസിയാതെ നമ്മുടെ സിലബസ് ഡീകോഡിംഗ് സെഷനിലോട്ട് നമുക്ക് പോവാം. MBA സെക്കൻഡ് ഇയർ. ഇന്നത്തെ സെഷൻ കവർ ചെയ്യുന്ന ഏരിയാസുകൾ എന്തൊക്കെയാ നോക്കാം. ഡീകോഡിംഗ് യുവർ സിലബസ്. നിങ്ങളുടെ സിലബസിനെ കുറിച്ച് നമ്മൾ ഡീകോഡ് ചെയ്ത് തരികയാണ്. അതായത് എന്തൊക്കെ സബ്ജക്ട്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, സ്പെഷ്യലൈസേഷൻ വൈസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന സബ്ജക്ട്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയുന്നത്. പ്ലസ് അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാം കംപ്ലീഷന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഗ്രേഡിംഗ് പാറ്റേൺ, എങ്ങനെയാണ് മാർക്കിംഗ് സിസ്റ്റം, എങ്ങനെയാണ് അസൈൻമെന്റ് എന്താണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് കുറച്ചൊക്കെ. എന്നാലും നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിമൈൻഡർ പോലെ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് സ്പോട്ട് ലൈറ്റിംഗ് ലേൺ വൈസ് അക്കാഡമിക് കണ്ടന്റ് ഫീച്ചേഴ്സ്. നിങ്ങൾക്കറിയാം MBA ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, ലേൺ വൈസ് ആപ്പ് ത്രൂ അതർ ദാൻ ലേൺ വൈസ് ആപ്പ് നമ്മൾ ഒരുപാട് സപ്പോർട്ട്, അക്കാഡമിക് സപ്പോർട്ട് നിങ്ങൾക്ക് തന്നിരുന്നു. അതുപോലെ തന്നെ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് MBA സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന സപ്പോർട്ടുകൾ എന്തൊക്കെയാണ്, ഒരു അക്കാഡമിക് വൈസ് ആയിക്കോട്ടെ, ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റീസ് വൈസ് നമ്മുടെ ഭാഗത്ത് നിന്ന് തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സിലബസ് ഡീകോഡിങ്ങിന്റെ പോർഷനിലോട്ട് പോവാം. ഇതാണ് നിങ്ങളുടെ MBA സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സുകൾ. ഇതില് തുടക്കത്തിൽ നിങ്ങളുടെ MBA സെമസ്റ്റർ 1, സെമസ്റ്റർ 2 നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തിട്ടുള്ള പോർഷൻസുകളാണ്. ഇനി സെമസ്റ്റർ 3 ആൻഡ് സെമസ്റ്റർ 4ലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം MMPC 0. സെമസ്റ്റർ 3ലോട്ട് നോക്കുമ്പോൾ അവിടെ MMPC 015, അതായത് 15 റിസർച്ച് മെത്തഡോളജി ഫോർ മാനേജ്മെന്റ് ഡിസിഷൻസ്, MMPC 16 ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്. ഇത് രണ്ടും കോർ പേപ്പർ ആണ്. അതായത് സ്പെഷ്യലൈസേഷൻ വൈസ് അല്ല, ഇത് നിർബന്ധമായിട്ടും ഏത് സ്പെഷ്യലൈസേഷൻ ആയിക്കോട്ടെ അവരെല്ലാം ജനറൽ ആയിട്ട് പഠിക്കേണ്ട രണ്ട് സബ്ജക്റ്റുകളാണിത്. അതുപോലെ തന്നെ MMP 001 എന്ന് പറയുന്നൊരു പേപ്പർ, അത് പേപ്പർ അല്ല, പ്രൊജക്ട് വർക്കാണ്. നിങ്ങൾ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. പ്രൊജക്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇത് റെസ്പെക്റ്റീവ് ഓഫ് സ്പെഷ്യലൈസേഷൻ, അതായത് സ്പെഷ്യലൈസേഷന്റെ ബേസിലല്ല, ഏത് സ്പെഷ്യലൈസേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഫിനാൻസ് ആയിക്കോട്ടെ, HR ആയിക്കോട്ടെ, ഓപ്പറേഷൻ മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നിങ്ങൾ നിർബന്ധമായിട്ടും ഏത് സ്പെഷ്യലൈസേഷനിലുള്ളവരും കോമൺ ആയി പഠിക്കേണ്ട 3 സബ്ജക്ട്സുകളാണ് MMPC 015, MMPC 016, MMP 001 എന്ന് പറയുന്ന പ്രൊജക്ട് വർക്ക് നിങ്ങൾ ചെയ്യണം. സെമസ്റ്റർ 3 വരുന്നതാണ്. ഇനി സെമസ്റ്റർ 4ലോട്ട് വരുമ്പോഴുള്ള കോർ കോഴ്സസ്, കോമൺ കോഴ്സസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MMPC 017 അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, MMPC 018 entrepreneurship, MMPC 90 total quality management, MMPC 20 business ethics and CSR. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് സ്പെഷ്യലൈസേഷൻ ആയാൽ കൂടിയും നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട പേപ്പേഴ്സ് ആണ് പറയുന്നത് സെമസ്റ്റർ 3ലും സെമസ്റ്റർ 4ലും. ഇനി ഓരോ സബ്ജക്റ്റിലോട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കടക്കാണ്. കോർ കോഴ്സസുകൾ, നിങ്ങൾ പഠിക്കുന്ന കോർ കോഴ്സസിന്റെ ഓരോ സബ്ജക്റ്റിലോട്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. റിസർച്ച് മെത്തഡോളജി ആൻഡ് മാനേജ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്ന MMPC 015 എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് നോക്കാം. അതിന്റെ ബ്ലോക്ക് 1 നിങ്ങൾക്ക് വരുന്നത് 3 യൂണിറ്റ്സുകളാണ്. റിസർച്ച് മെത്തഡോളജി ആൻഡ് ഓവർവ്യൂ, സ്റ്റെപ്സ് ഫോർ റിസർച്ച് പ്രോസസ്, റിസർച്ച് ഡിസൈൻ. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ പേപ്പർ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, പ്രാക്ടിക്കൽ സെൻസിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. കാരണം പ്രൊജക്ടിന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും, പ്രൊജക്ട് ചെയ്യാനൊക്കെ നിങ്ങൾ ഒരുപാട് ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ഉപയോഗിക്കും. ആ സമയത്ത് ഈ റിസർച്ച് മെത്തഡോളജിയിലുള്ള പല ഭാഗങ്ങളുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു അസംഷനിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ മോസ്റ്റ്ലി ഉപയോഗിക്കുക. എസ്പെഷ്യലി HR ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട് ചെയ്യുന്നവര്. അപ്പൊ അതിൽ ബ്ലോക്ക് 1 വരുന്നതാണ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്ന യൂണിറ്റ്, സ്റ്റെപ്സ് ഫോർ റിസർച്ച് പ്രോസസ്, റിസർച്ച് ഡിസൈൻ.
Then block 2, data collection and measurement. അവിടെ വരുന്നതാണ് methods and technique of data collection, attitude measurement and scale, questionnaire designing, sampling and sampling design. Then block 3 പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് 3 യൂണിറ്റ്സുകളാണുള്ളത്. ഡാറ്റ പ്രോസസിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, നോൺ പാരാമെട്രിക്, മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ഓഫ് ഡാറ്റ. ബ്ലോക്ക് 4 റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ, എത്തിക്സ് ഇൻ റിസർച്ച്, സബ്സ്റ്റാൻസ് ഓഫ് റിപ്പോർട്ട്, ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട്സ്, പ്രസന്റേഷൻ ഓഫ് റിപ്പോർട്ട്. അങ്ങനെ 4 ബ്ലോക്കുകളാണ് MMPC 015 എന്ന് പറയുന്ന റിസർച്ച് മെത്തഡോളജി പേപ്പറിലുള്ളത്. പ്രോബ്ലം പേപ്പർ ആണ്. അത്യാവശ്യം നിങ്ങളൊരു സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സബ്ജക്ട് അല്ലെങ്കിൽ കോഴ്സ് കൂടിയാണ് MMPC 015 എന്ന് പറയുന്ന പേപ്പർ. ഇനി MMPC 016 ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ ആണ്. അവിടെ നിങ്ങൾക്ക് ബ്ലോക്ക് 1 വരുമ്പോൾ എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇവോൾവിംഗ് പാരാഡിയം ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഓവർവ്യൂ. ഇത്രയും 3 യൂണിറ്റ്സുകളാണ് നിങ്ങൾക്ക് എന്തുള്ളത് MMPC 016 നിങ്ങൾക്ക് വരുന്ന ബ്ലോക്ക് 1 വരുന്നത്. ദെൻ ബ്ലോക്ക് 2 ഇന്റർനാഷണൽ ട്രേഡിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ ട്രേഡ് തിയറീസുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് WTO എഗ്രിമെന്റ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നുണ്ട്. ദെൻ റീജിയണൽ ട്രേഡ് ബ്ലോക്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്താണ് അതിൽ പറയുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 വരുമ്പോഴോ സ്ട്രാറ്റജീസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധതരം സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എന്താണ് ഇന്റർനാഷണൽ എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്ന എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂണിറ്റ് 7 പറയുന്നുണ്ട്. ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂണിറ്റ് 8 സ്ട്രാറ്റജിക് അലയൻസസ് യൂണിറ്റ് 9 പറയുന്നത്. ഈ ബ്ലോക്ക് 4 വരുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ഫങ്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 4 യൂണിറ്റ്സുകൾ തന്നെയാണ് അതിലുള്ളത്. അതിൽ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് എന്താണ് ഇന്റർനാഷണൽ ഫിനാൻസ്, എന്താണ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇത്രയും ടോപ്പിക്കുകളെ കുറിച്ച് ഓരോ 4 യൂണിറ്റ്സുകളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, 3rd സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് വർക്ക് കമ്പൽസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രൊജക്ട് വർക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾ ചെയ്യുന്നതാണ്. ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിനാൽ തന്നെ നിങ്ങളുടെ പ്രൊജക്ട് വർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, റീജിയണൽ ഡയറക്ടർക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അയച്ചു കൊടുക്കേണ്ടത്. അതിന്റെ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങളുടെ സ്റ്റുഡന്റ് ഹാൻഡ് ബുക്കിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളുടെ ഭാഗത്തു നിന്നും അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പ്രൊജക്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൈമറി സപ്പോർട്ട് ലേൺ ബേസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ഈ പ്രൊജക്ടിന്റെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റീജിയണൽ ഡയറക്ടർ ഓഫ് യുവർ റീജിയണൽ സെന്റർ ഏതാണോ അവിടുത്തെ റീജിയണൽ ഡയറക്ടർക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രൊജക്ടിന്റെ സിനോപ്സിസ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊജക്ടിന്റെ റിപ്പോർട്ട് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് ഇഗ്നോ മെയ്ഡൻ ഗാർഹി, അതായത് ഇഗ്നോയുടെ മെയിൻ ഓഫീസിലേക്ക്, ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അയച്ചു കൊടുക്കേണ്ടത്. അപ്പൊ പ്രൊജക്ട് വർക്ക് എന്താണ്, പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു സ്ലൈഡിൽ, ഇനി വരുന്നൊരു സ്ലൈഡിൽ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോ MMPP 001 എന്നുള്ളതാണ് പ്രൊജക്ടിനുള്ള കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേപ്പറിന് ഈക്വൽ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ 3rd സെമസ്റ്ററിലും 4th സെമസ്റ്ററിലും വരുന്ന പേപ്പറുകൾക്ക് 4 ക്രെഡിറ്റ് വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവേഴ്സ് ഓഫ് സ്റ്റഡി, എത്ര അവർ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 അവേഴ്സ് ഓഫ് സ്റ്റഡി ആണ്. അപ്പൊ ഈ 3rd സെമസ്റ്റർ ആയിക്കോട്ടെ 4th സെമസ്റ്റർ ആയിക്കോട്ടെ അതിലെ എല്ലാ സബ്ജക്ട്സിന്റെയും ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4. ഇപ്പൊ MMPP 001 എന്ന് പറയുന്ന നിങ്ങളുടെ പ്രൊജക്ട് 2 കോഴ്സിന് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അതായത് അതിന് 8 ക്രെഡിറ്റ് ആണ് വരുന്നത്, അതിന്റെ ഒരു ക്രെഡിറ്റ് സിസ്റ്റം വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ പ്രൊജക്ട് വർക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ പഠിക്കുന്ന ഏരിയയെ കുറിച്ച് നോളജ് കിട്ടി എന്നറിയാൻ വേണ്ടിയിട്ടാണ് MMPP 001 എന്ന് പറഞ്ഞ പ്രൊജക്ട് വർക്ക് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി പ്രൊജക്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് പറയുന്നത്. പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യണം, ഒരു സിനോപ്സിസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം.
സിനോപ്സിസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന പ്രൊജക്ടിന്റെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കണം. അപ്പോൾ ആസ് എ ഒരു ലേണർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏരിയയിലുള്ള ടോപ്പിക് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഒരു ടോപ്പിക് നിങ്ങൾ ചൂസ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു ഗൈഡിനെ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഗൈഡിനെ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന് നിങ്ങൾ ഏതാണോ സ്പെഷ്യലൈസേഷൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ടുള്ള ലേണർ ആണ് നിങ്ങളെങ്കിൽ, ഫിനാൻസ് ഏരിയയിൽ മിനിമം 5 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ അയാൾക്ക് ഫിനാൻസ് ഏരിയയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ പ്ലസ് 5 വർഷത്തെ എക്സ്പീരിയൻസോ ഉണ്ടെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഗൈഡിനെ അലോട്ട് ചെയ്ത് തരും. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റഡി സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗൈഡിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു ഗൈഡിന്റെ കീഴിൽ മിനിമം മാക്സിമം 5 കുട്ടികളെയാണ് അലോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സ്റ്റഡി സെന്ററായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സിനോപ്സിസ് തയ്യാറാക്കുക. സിനോപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്ടിന്റെ ഒരു ബ്രീഫ് ഡീറ്റെയിൽസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ടോപ്പിക് എന്താണ്, നിങ്ങളുടെ പ്രൊജക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഗൈഡിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ഈ പ്രൊജക്ടിന്റെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ഉണ്ടാവുമല്ലോ. ഈ പ്രൊജക്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അപ്പൊ എന്താണ് നിങ്ങളുടെ പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ ഉദ്ദേശം, ഈ പ്രൊജക്ടിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, സിനോപ്സിസിൽ നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ സിനോപ്സിസ് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. വൺ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ റീജിയണൽ സെന്ററിലോട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ സബ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, അവർ ഇവാലുവേഷൻ നടത്തും. ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്താലും റിജക്ട് ചെയ്താലും അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അത് അറിയിക്കും. മേ ബി മെയിൽ ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റൽ സിസ്റ്റം വഴിയായിരിക്കും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരിക, അത് അപ്രൂവ് ചെയ്തോ റിജക്ട് ചെയ്തോ എന്നുള്ളത്. അപ്രൂവ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് പ്രൊസീഡ് ചെയ്യാം. അല്ല, ഇനി അവിടെ ഇനിയും അവർ പറഞ്ഞിട്ടുണ്ട് റിജക്ഷൻ ആണ്, ഇത്രയും ഏരിയാസിൽ കുറവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാമത് റീസബ്മിറ്റ് ചെയ്യണം. വൺസ് നിങ്ങളുടെ സിനോപ്സിസിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളതാണ് പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഏറ്റവും ഇനീഷ്യൽ അല്ലെങ്കിൽ ഫോർമോസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയാനായിട്ടുള്ളത് സിനോപ്സിസ് തന്നെയാണ്. അതിന്റെ ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊജക്ട് റിപ്പോർട്ടിലോട്ട് നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സിനോപ്സിസിന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ 60% ഓഫ് വർക്ക് നിങ്ങളുടെ അവിടെ കഴിയും. ബാക്കി ഒരു 40% ഉള്ളൂ. പിന്നെ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിഷന്റെ സമയത്ത് നിങ്ങൾക്ക് എന്താണ്, പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ അവിടെ പ്രൊജക്ടിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, എന്തൊക്കെയാണ് പ്രൊജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ചില സ്റ്റഡി സെന്റേഴ്സ് അല്ലെങ്കിൽ റീജിയണൽ സെന്റേഴ്സ് ആവശ്യമെങ്കിൽ വൈവ വെക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊജക്ട് റിപ്പോർട്ടിന്റെ എന്താണ്, പ്ലാഗറിസം ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇനി നിങ്ങൾക്ക് പ്രൊജക്ടിന്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ അതാത് മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ്, ഇനീഷ്യൽ ഒരു പ്രൈമറി സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ആസ് എ ലേണർ ടോപ്പിക് ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ ഭാഗത്ത് ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. പക്ഷെ ഇനീഷ്യലി അല്ലെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗൈഡിന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു പ്രൈമറി കറക്ഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ലേൺ വൈസിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും. കൃത്യമായി നിങ്ങളുടെ ഗൈഡ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി MMPC 017 അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, അതില് 4 ബ്ലോക്കുകളാണുള്ളത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു കോർപ്പറേറ്റ് മാനേജ്മെന്റ്, ബ്ലോക്ക് 2 കോർപ്പറേറ്റ് ലെവൽ ഗ്രോത്ത് സ്ട്രാറ്റജി, ബ്ലോക്ക് 3 ഇന്റർനാഷണൽ സ്ട്രാറ്റജി, ബ്ലോക്ക് 4 സ്ട്രാറ്റജിക് എനാബിലേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്താണ് MMPC 017 നിങ്ങൾ പഠിക്കുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇത് അതിനേക്കാളും കുറച്ചും കൂടി എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സബ്ജക്ട് ആണ്. ഇനി MMPC 017 തന്നെ നിങ്ങളുടെ ഒരു ബ്ലോക്ക് 1 പഠിക്കാനുള്ള കാര്യങ്ങളാണ് എന്ത് ഇതിൽ പറയുന്നത്. ബ്ലോക്ക് 1 നിങ്ങൾക്ക് 2 യൂണിറ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ, യൂണിറ്റ് 2 കോർപ്പറേറ്റ് പോളിസി. ഈ ബ്ലോക്ക് 2 എന്തൊക്കെയാണുള്ളത്, അവിടെ ഫോക്കസ് ചെയ്യുന്ന കോർപ്പറേറ്റ് ലെവൽ ഗ്രോത്ത് സ്ട്രാറ്റജിയാണ്. അവിടെ എന്താണ് ഇന്റൻസീവ് ഗ്രോത്ത് സ്ട്രാറ്റജീസ്, ഇന്റഗ്രേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഗ്രോത്ത് സ്ട്രാറ്റജീസ്,
സ്ട്രാറ്റജിക് അലയൻസസ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ബ്ലോക്ക് 2 ഉള്ളത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോഴോ അവിടെ 3 യൂണിറ്റ്സ് ഉണ്ട്. ഇന്റർനാഷണലൈസേഷൻ പ്രോസസ്, ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റ് റിസ്ക് അസസ്മെന്റ്, എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ മാർക്കറ്റ്സ്. ഇത്രയും 3 യൂണിറ്റ്സുകളാണ് ഇവിടെ ഉള്ളത്. ഈ ബ്ലോക്ക് 4 വരുമ്പോൾ സ്ട്രാറ്റജിക് എനാബിലേഴ്സ് എന്ന് പറയുന്നതാണ്. അവിടെ IT ആൻഡ് സ്ട്രാറ്റജി, ടെക്നോളജി ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, നോളജ് മാനേജ്മെന്റ്, ഇന്നവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 4 വരുന്നത്. ഇനി MMPC 080 ഓൺട്രപ്രണർഷിപ്പിൽ വരുന്നതാണ്. അതായത് ഈ പറയുന്നത് നമ്മുടെ 4th സെമസ്റ്ററിലെ സബ്ജക്ട്സുകളാണ്. അപ്പൊ ഇവിടെ നമുക്ക് ബ്ലോക്ക് 1 4 ബ്ലോക്കുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓരോ ബ്ലോക്കുകളെയും കുറിച്ച് നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബ്ലോക്ക് 1 എന്താണ്? ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ഓവർവ്യൂ. എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഓൺട്രപ്രണർഷിപ്പ്, ഓൺട്രപ്രണറിയൽ കോമ്പിറ്റൻസീസ്, ഡയമെൻഷൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്സ്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1 പറഞ്ഞു പോകുന്നത്. ബ്ലോക്ക് 2 ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഇന്ത്യയിലുള്ള ഓൺട്രപ്രണർഷിപ്പിന്റെ കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്ത് പോകുന്നത്. ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ്, ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഇത്രയും 2 യൂണിറ്റ്സ് ആണ് ആ ഒരു ബ്ലോക്കിൽ കവർ ചെയ്ത് പോകുന്നത്. ഇനി ബ്ലോക്ക് 3 വരുമ്പോഴോ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ എന്റർപ്രൈസസ്. ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ബ്ലോക്ക് 3 പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഐഡിയ ആൻഡ് ഓപ്പർച്യൂണിറ്റി, അത് യൂണിറ്റ് 6 ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. യൂണിറ്റ് 17 എന്റർപ്രൈസസിന് വേണ്ടിയിട്ട് ഫണ്ട് എങ്ങനെ റേസ് ചെയ്യാം, പുതിയൊരു ഐഡിയ നമ്മൾ കണ്ടെത്തി, ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് എങ്ങനെ റേസ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എങ്ങനെയാണ് ബെസ്റ്റ് വൺ ചൂസ് ചെയ്യുക എന്നുള്ളതിനെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 8 ഇവാലുവേറ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ബിസിനസ് പ്ലാനിൽ പറയുന്നത്. യൂണിറ്റ് 9 എന്താ പറയുന്നത്? ഇംപ്ലിമെന്റിംഗ് ബെസ്റ്റ് ബിസിനസ് പ്ലാൻ. അതായത് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ബിസിനസ് പ്ലാനിൽ ഏറ്റവും ബെസ്റ്റ് വൺ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് മാനേജിങ് എന്റർപ്രൈസസ്. വൺസ് നമ്മൾ ഒരു പ്ലാനൊക്കെ ബിസിനസ് പ്ലാനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ളതാണ് ബ്ലോക്ക് 3 പറയുന്നത്. ബ്ലോക്ക് 4 എന്താണ്? സ്പെഷ്യൽ ഇഷ്യൂസ്. സോഷ്യൽ എന്റർപ്രണർഷിപ്പ് എന്താണ്? റൂറൽ ഓൺട്രപ്രണർഷിപ്പ് എന്താണ്? എത്തിക്കൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൾച്ചറൽ ഗവർണൻസ് ആൻഡ് ഫാമിലി ബിസിനസ്. ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ് ബ്ലോക്ക് 4. ഇനി MMPC 090 ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഇതിന് ബ്ലോക്ക് 1 പറയുന്നതാണ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ. അതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു പോകുന്നതാണ് ബ്ലോക്ക് 1. ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് മെത്തേഡ്സ്, ക്വാളിറ്റി മാനേജ്മെന്റ് ലീഡിംഗ് തിങ്കേഴ്സ്, ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് TQM. ഇത്രയും യൂണിറ്റ്സുകളാണ് ബ്ലോക്ക് 1 കവർ ചെയ്ത് പോകുന്നത്. ബ്ലോക്ക് 2 എന്തൊക്കെയാണ് നോക്കുന്നത്? സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ്സ്. അതിൽ എക്കണോമിക്സ് ഓഫ് ക്വാളിറ്റി, TQM ആൻഡ് ബിസിനസ് സ്ട്രാറ്റജി, ക്വാളിറ്റി സെന്റർഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇത്രയും യൂണിറ്റ്സുകളാണ് ബ്ലോക്ക് 2 കവർ ചെയ്ത് പോകുന്നത്. ഇനി ബ്ലോക്ക് 3 എന്താ ഉള്ളത്? ടൂൾസ് ആൻഡ് ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് TQM. ഇനി 19 തന്നെ വരുന്ന മറ്റ് 2 ബ്ലോക്കുകളെ കുറിച്ച് പറയാം. ബ്ലോക്ക് 4 ഓർഗനൈസേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആണ്. അതിൽ യൂണിറ്റ് 9 എന്താണ് ഓർഗനൈസേഷൻ ഫോർ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു യൂണിറ്റ് 9 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 10 ക്വാളിറ്റി കൾച്ചർ എന്താണ്, ലീഡർഷിപ്പ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 10 ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 5 വരുമ്പോൾ സിസ്റ്റംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 11 ISO 9000 ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ISO 14000 എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കുന്നത് സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് യൂണിറ്റ് 12 അതർ സ്റ്റാൻഡേർഡ്സ്, ഇത് കൂടാതെയുള്ള ISO സ്റ്റാൻഡേർഡ്സുകൾ, BSI, അങ്ങനെ ഹോൾമാർക്ക്, അങ്ങനെ കുറെ സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 13. യൂണിറ്റ് 14 പോകുമ്പോൾ മാനേജ്മെന്റ് സിസ്റ്റംസ് ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 14 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 15 ക്വാളിറ്റി ഓഡിറ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 15 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി MMPC 020 ബിസിനസ് എത്തിക്സ് ആൻഡ് CSR എന്ന് പറയുന്ന 4th സെമ്മിലെ കോർ പേപ്പറിനെ കുറിച്ചാണ് പറയുന്നത്. ലാസ്റ്റ് കോർ പേപ്പർ ആണ്. ബ്ലോക്ക് 1. ഇതിലും 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓരോ ബ്ലോക്കിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. ബ്ലോക്ക് 1 എന്താ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്? എത്തിക്സ് ആൻഡ് ബിസിനസിനെ കുറിച്ചാണ് ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് എത്തിക്സ് ആൻഡ് ഓവർവ്യൂ, കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എത്തിക്കൽ ഡയലാമാസ് യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എത്തിക്സ് ഇൻ ബിസിനസ്, അത് യൂണിറ്റ് 4 ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരികയാണ്. സെക്കൻഡ് ബ്ലോക്കിലോട്ട് വരുമ്പോൾ ഇവല്യൂഷൻ ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് CSR കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട് യൂണിറ്റ് 5 ബിസിനസ് സ്ട്രാറ്റജി ഇൻ CSR അതിനെ കുറിച്ചുള്ളത് പറയുന്നതാണ് യൂണിറ്റ് 6 CSR ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 7 ബിസിനസ് എത്തിക്സ് ആൻഡ് CSR ലിങ്കേജസ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 8. ഇനി ബ്ലോക്ക് 3 തന്നെ വരാം. MPC 020 അതിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ. കഴിഞ്ഞ ലാസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു. ഇന്ത്യയിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ യൂണിറ്റ് 9 CSR ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. CSR ലെജിസ്ലേഷൻ ആൻഡ് പോളിസി ഗൈഡ് ലൈൻസിനെ കുറിച്ച് യൂണിറ്റ് 10 പറയുന്നുണ്ട്. CSR ഇൻ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ കുറിച്ച് യൂണിറ്റ് 11 പറയുന്നുണ്ട്. ബ്ലോക്ക് 4 വരുമ്പോൾ CSR ഇംപ്ലിമെന്റേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്ന ബ്ലോക്കിന്റെ പേര്. അതിൽ യൂണിറ്റ് 12 CSR റിപ്പോർട്ടിംഗ് പ്രോസസ് ആൻഡ് ഓഡിറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. യൂണിറ്റ് 13 റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് CSR ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 14 CSR ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഏത് കോഴ്സ്, നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ എടുത്തോട്ടെ, ഏത് സ്പെഷ്യലൈസേഷൻ ആയി കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും ഒരുപോലെ പഠിക്കേണ്ട സബ്ജക്ട്സുകളാണ്. 3rd സെമ്മിലും 4th സെമ്മിലും പഠിക്കേണ്ട സബ്ജക്ട്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് നിങ്ങൾ ആ സബ്ജക്ട്സിൽ പഠിക്കാനുള്ളത്, അപ്പൊ ആ സബ്ജക്ട്സിനെ കുറിച്ച് എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ വൈസ് നിങ്ങൾ പഠിക്കാനുള്ള സബ്ജക്ട്സുകളാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയ, അതായത് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തവർക്ക് പഠിക്കാനുള്ള സബ്ജക്ട്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൊടുത്തിട്ടുള്ളത്. MMPF 001 മുതൽ MMPF 007 വരെയുള്ള സബ്ജക്ട്സുകൾ. അതില് 1 എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. MMPF 2 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസിങ് ഡിസിഷൻ ആണ്. MMPF 3 മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റംസ് ആണ്. MMPF 006 എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഇനി MMPF 004 എന്ന് പറയുന്നത് എന്താണ്, സെക്യൂരിറ്റി അനാലിസിസ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. MMPF 005, MMPF 011 മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസസ്, MMPF 007 ഇക്വിറ്റി മാർക്കറ്റ്. ഇത്രയുമാണ് സ്പെഷ്യലൈസേഷൻ, ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തവർക്ക് വരുന്ന സ്പെഷ്യലൈസേഷൻ സബ്ജക്ട്. ഇത് ഫസ്റ്റ് ഇയറിലും തേർഡ് ഇയറിലും 3rd സെമ്മിലും 4th സെമ്മിലും നിങ്ങൾക്ക് എന്താണ്, 3rd സെമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതിന്റെ ഒരു 4 കോഴ്സസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. 4th സെമ്മിലോട്ട് നിങ്ങൾക്ക് ഒരു 3 കോഴ്സസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും. 3 കോഴ്സസ് ആണ് നിങ്ങൾക്ക് എന്ത് 4th സെമ്മിൽ വരും. എങ്ങനെ പോയാലും 2 സെമ്മിൽ നിങ്ങൾക്ക് എന്താണ് 7 സബ്ജക്ട്സ് നിങ്ങൾക്ക് എന്തുണ്ടാവും, പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കും. ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ എടുത്തവർക്കോ അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ ആണോ ചൂസ് ചെയ്തിരിക്കുന്നത്, അപ്പോ 3rd സെമ്മില് നിങ്ങൾക്ക് ഈ സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റിൽ നിന്ന് ഒരു 4 കോഴ്സസും പഠിക്കാനുണ്ടായിരിക്കും. 4th സെമ്മില് ഈ തന്നിരിക്കുന്ന സ്പെഷ്യലൈസേഷൻ കോഴ്സസിൽ നിന്ന് ഒരു 3 സബ്ജക്ട് നിങ്ങൾക്ക് എന്താണ് പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കും. അതിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഏരിയ, അതിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻകാർക്ക് വരുന്ന സബ്ജക്ട്സുകളാണ് കൺസ്യൂമർ ബിഹേവിയർ, സെയിൽസ് മാനേജ്മെന്റ്, പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് റിസർച്ച്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, റീറ്റെയിൽ മാനേജ്മെന്റ് ആൻഡ് റൂറൽ മാർക്കറ്റ്. ഇത്രയും സബ്ജക്ട്സുകളാണ് നിങ്ങൾക്ക് എന്തുള്ളത്, ഈ 3rd സെം ആൻഡ് 4th സെം ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സുകൾ. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് HRM സ്പെഷ്യലൈസേഷൻ എടുത്തവർക്ക് വേണ്ടി വരുന്ന സബ്ജക്ട്സുകളാണ് ഓർഗനൈസേഷൻ തിയറി ആൻഡ് ഡിസൈൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് റിലേഷൻ, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ്, ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച്, ഓർഗനൈസേഷൻ ഡൈനാമിക്സ്, ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. ഇനി ഓപ്പറേഷൻ മാനേജ്മെന്റ് ഏരിയ, OM ഓപ്പറേഷൻ മാനേജ്മെന്റ് ചൂസ് ചെയ്തെടുക്ക് വരുന്ന സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് ഓപ്പറേഷൻ റിസർച്ച്, പ്രോജക്ട് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ്,
മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മെയിൻ്റനൻസ് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നിങ്ങൾക്ക് എന്താണ് അക്കാഡമിക് വൈസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സബ്ജക്ട്സുകൾ ഉള്ളത്. ഇനി പ്രോഗ്രാം ഇവാലുവേഷനെ കുറിച്ചിട്ട് എന്താണ് അസൈൻമെന്റ്, എങ്ങനെയാണ് മാർക്കിംഗ് സിസ്റ്റം, ഗ്രേഡിംഗ് പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് അനുഷ്യ മാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഞാൻ അനുഷ്യ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ് കേട്ടോ. സോ നമുക്കറിയാം നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾ അസൈൻമെന്റ്സ് 2 സെമ്മിലും അസൈൻമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇയറിലും 2 സെമസ്റ്ററിലും അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ നമുക്ക് ഓരോ കോഴ്സിലും ഈച്ച് കോഴ്സ് ഹാസ് യൂഷ്വലി 1 അസൈൻമെന്റ് ആണ്. അപ്പൊ നമുക്ക് എത്ര സബ്ജക്ട്സ് ഉണ്ടോ, സോ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഓരോരോ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സോ ഇഗ്നോ ഒരു സ്പെസിഫൈഡ് ഡ്യൂ ഡേറ്റ് പറയും. സോ ആ ഒരു ഡ്യൂ ഡേറ്റിന്റെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. സോ യൂഷ്വലി ഡേറ്റ്സ് എന്ന് പറയുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ആയിരിക്കും ജാനുവരി ബാച്ചസും കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. ഇനി നമുക്ക് അസൈൻമെന്റ്സ് പറയുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാറ്റഗറി ക്വസ്റ്റ്യൻസും നമുക്ക് അസൈൻമെന്റ്സിൽ ഉണ്ട്. അതേപോലെ ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും ആയിരിക്കും നമുക്ക് അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ അസൈൻമെന്റ്സ് പറയുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഹാൻഡ് റിട്ടൺ ഫോമിൽ ആയിരിക്കണം. ആൻഡ് ഇത് നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സിലായിരിക്കണം നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ആ ഒരു ഡ്യൂ ഡേറ്റിന് ബിഫോർ ആയിട്ട് നമ്മൾ എപ്പോഴും അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഇനി എപ്പോഴും നമ്മൾ ഈ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, നമുക്കൊരു ഫ്യൂച്ചർ റെക്കോർഡിന് വേണ്ടിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാം. ആൻഡ് അതേപോലെ വൈൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റഡി സെന്റർ കോർഡിനേറ്ററുടെ കയ്യിൽ നിന്ന് ഒരു സബ്മിഷൻ അക്നോളജ്മെന്റ് റെസിപ്റ്റ് നമ്മൾ എപ്പോഴും വാങ്ങാൻ ഓർക്കണം. സോ അതൊരിക്കലും മറക്കരുത്. സ്റ്റഡി സെന്റർ കോർഡിനേറ്ററുടെ കയ്യിൽ നിന്ന് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സബ്മിഷൻ അക്നോളജ്മെന്റ് റെസിപ്റ്റ് നമ്മൾ കൈപ്പറ്റണം. ഇനി നമുക്ക് ഈ ഒരു ഇവാലുവേറ്റ് ചെയ്ത് അസൈൻമെന്റ്സ് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പം അതിൽ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് നമ്മളൊരു അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് ഉണ്ടല്ലോ, സോ ആ ഡേറ്റിന്റെ ഒരു 1 മന്തിന് ശേഷം നമുക്ക് ഈ ഒരു കറക്റ്റ് ചെയ്ത അസൈൻമെന്റ്സ്, സോ ഇത് കറക്റ്റ് ചെയ്തത് അക്കാഡമിക് കൗൺസിലേഴ്സ് ആയിരിക്കും ഇഗ്നോ സ്റ്റഡി സെന്ററിന്റെ. സോ അവരുടെ കറക്റ്റ് ചെയ്ത അസൈൻമെന്റ്സ് വിത്ത് മാർക്ക് ആൻഡ് കമന്റ്സ് അത് രണ്ടും നമുക്ക് അതിലുണ്ടാവും. സോ ആ ഒരു അസൈൻമെന്റ്സ് നമുക്ക് തിരിച്ച് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ അസൈൻമെന്റ്സിനെയാണ് നമ്മൾ TMA അല്ലെങ്കിൽ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്ന രീതിയിൽ പറയുന്നത്. വൺസ് ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്നത് TMA എന്ന രീതിയിൽ. സോ നമുക്ക് ഇതിൽ പാസ് മാർക്ക് ദാറ്റ് ഇസ് മിനിമം 40% ആൻഡ് എബവ് ആണ് നമുക്ക് അസൈൻമെന്റ്സിന്റെ പാസ് മാർക്ക് ആയിട്ട് വരുന്നത് ഒരു കോഴ്സിൽ. സോ ഇതിൽ നമ്മൾ ഈ ഒരു 40% ആൻഡ് എബവ് നമ്മൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ വി ആർ എലിജിബിൾ ഫോർ ദി TEE ദാറ്റ് ഇസ് ടേം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ എലിജിബിൾ ആണ്. സോ നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാനുള്ള എലിജിബിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നത്. ആൻഡ് നമ്മളിപ്പോ ഇൻ കേസ് നമുക്കിപ്പോ ഈ ഒരു പാസ് മാർക്ക് കിട്ടിയില്ല, അസൈൻമെന്റ്സിന് ഈ ഒരു പാസ് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ഫ്രഷ് അസൈൻമെന്റ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് അക്കാഡമിക് സെഷൻ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു സ്പെസിഫൈഡ് ഡേറ്റ് കാര്യങ്ങളൊക്കെ വരും. സോ ആ ഡേറ്റ് സമയത്ത് നമ്മൾ പുതിയതായിട്ട് വീണ്ടും എഴുതിയിട്ട് നമ്മൾ റീസബ്മിറ്റ് ചെയ്യണം. ഇത് നമ്മൾ ആ ഒരു പാസ് പെർസെന്റേജ് ദാറ്റ് ഇസ് 40% ഓർ എബവ് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റീസബ്മിഷൻ കാര്യങ്ങൾ വരുന്നത്. സോ ഇനി നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻസ് അല്ലെങ്കിൽ TEE കുറിച്ച് നോക്കാം. സോ TEE ഓർ ടേം ആൻഡ് എക്സാമിനേഷൻസ് പറയുന്നത് യൂഷ്വലി നമുക്ക് ഡിസംബറിലും ജൂണിലുമാണ് എല്ലാ വർഷവും നടത്താറുള്ളത്. സോ നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു 1 ഇയർ കോഴ്സ് വർക്കിന്റെ കംപ്ലീഷന് ശേഷം നമുക്ക് അസൈൻമെന്റ്സിലൊക്കെ പാസ് ഗ്രേഡും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ ഒരു എക്സാം ദാറ്റ് ഇസ് TEE എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എലിജിബിൾ ആണ്. സോ ഇതെല്ലാം നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസൈൻമെന്റ്സ് ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സാമിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഫോം ഉണ്ടാവും. സോ അത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എലിജിബിൾ ആണ്. ഇനി TEE ഫോംസ് പറയുകയാണെങ്കിൽ അതിനും ഒരു ഡ്യൂ ഡേറ്റും ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരും. അപ്രോക്സിമേറ്റ്ലി 31 മാർച്ച് ആണ് ജൂണിൽ എക്സാം എഴുതുന്നവർക്ക്. ഡിസംബറിൽ എക്സാം എഴുതുന്നവർക്ക് അത് 30th സെപ്റ്റംബർ ആണ്. സോ അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. സോ ആ ബിഫോർ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നമ്മൾ ആ ഒരു ഓൺലൈൻ ഫോമും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. ഇനി ഈ ഒരു TEE തിയറി എക്സാം തിയറി പേപ്പറിന് ഈ TEEക്ക് പുറമെ പ്രാക്ടിക്കൽ TEs ഉണ്ട്. അതേപോലെ വൈവ OC ആൻഡ് ഇന്റേൺഷിപ്പ് പ്രോജക്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് മെയിൻ ആയിട്ട് പ്രോജക്റ്റ് ആണ് വരുന്നത്. സോ അതിൽ നമ്മൾ നേരത്തെ പ്രോജക്റ്റിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് വൈവ വേണം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വൈവ OC നമുക്ക് ഉണ്ടാവും. ആൻഡ് പിന്നെ വരുന്നത് ഇതിന്റെ ഒരു പാസ് മാർക്ക് TEയുടെ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് 40% ആണ് ഓരോ കോഴ്സിലും വരുന്നത്. അപ്പം ഇതിൽ നമുക്ക് അസൈൻമെന്റിന് Aയോ Bയോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എക്സാമിന് 40% ആയിട്ട് നമുക്ക് മതി. സോ നമ്മളങ്ങനെ പാസ്സാണ്. അല്ലെങ്കിൽ നമുക്ക് 50% ആണ് നമ്മുടെ ഓരോ സബ്ജക്റ്റിനും വരുന്നത്.
സോ ഈ ഒരു ലെസ് 40 ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത TE എക്സാം വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആ പേപ്പർ റീഅപ്പിയർ ചെയ്യണം. ആൻഡ് ഇതിന് നമുക്കൊരു ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദി കോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ദി പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 5 years ആയിട്ടാണ് പറയുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു ഫൈനൽ റിസൾട്ട്, നമ്മൾ തിയറി കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന് ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ഇതിന് നമ്മൾ ഈ ഒരു അസൈൻമെന്റ് നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യുമല്ലോ. സോ ഈ അസൈൻമെന്റിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത് 30% കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം TMA നമ്മൾ 30% കൺവേർട്ട് ചെയ്യും. ആൻഡ് നമ്മൾ റിട്ടേൺ എഴുതിയ എക്സാം TEE ടേം ആൻഡ് എക്സാമിനേഷനെ അതിനെ 70% കൺവേർട്ട് ചെയ്തിട്ടാണ്, അതിന് അഗ്രിഗേറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഒരു സബ്ജക്റ്റിനുള്ള ഫൈനൽ റിസൾട്ട് നമ്മൾ എടുക്കുന്നത്. സോ ഈ രീതിയിലേക്കാണ് നമ്മുടെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് മോഡേൺ ടൂൾസ് ഫോർ ആൻ എൻഹാൻസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് നോക്കാം. സോ നമുക്ക് LearnWise ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് enabled resources and support services designed to make studying more interactive and effective. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ തന്നെ നമ്മുടെ LearnWise ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ടും അതേപോലെ ഒരുപാട് റിസോഴ്സസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് ലൈവ് സെഷൻസ് ആയാലും അതേപോലെ റെക്കോർഡഡ് വീഡിയോസ് ആയാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നോട്ട്സും എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റിസോഴ്സസ് ഒക്കെയാണ് നമ്മൾ LearnWise പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ LearnWiseന്റെ കോർ ലേണിംഗ് റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നതാണ് റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഓരോ യൂണിറ്റിനും പ്രൊവൈഡിങ് റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന് പുറമെ നമ്മൾ ലൈവ് വീഡിയോ ലെക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ബ്ലോക്ക് തീരുന്ന സമയത്ത് അതിന് ആ ഒരു ബ്ലോക്കിന്റെ ലൈവ് റിവിഷൻ സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് വാല്യൂ ആഡഡ് നോട്ട്സ്, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെക്ചർ നോട്ട്സ് ആണ് വാല്യൂ ആഡഡ് നോട്ട്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതേപോലെ എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ്. സോ എക്സാം റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സാം ഓറിയന്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അപ്പൊ ഓരോ യൂണിറ്റിനെയും ഡിവൈഡ് ചെയ്ത് പറയുന്നു. ദാറ്റ്സ് യൂണിറ്റ് 1 എടുക്കുകയാണെങ്കിൽ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, സോ അതെങ്ങനെയൊക്കെ ആൻസർ ചെയ്യാനുള്ള ഹിന്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് എക്സാം റിലേറ്റ് ചെയ്തിട്ട് സ്പെഷ്യൽ ഗൈഡ്സും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ്. സോ നമ്മൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ദാറ്റ് ഇസ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ദാറ്റ് ഇസ് ആൻസർ ഗൈഡ് ബുക്കും നമ്മൾ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് പുറമെ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടി മോർ ടൂൾസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതൊക്കെയാന്നുള്ളത് ലെറ്റ്സ് ഡിസ്കസ്. സോ അതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് PYQ അനാലിസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എക്സാം ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ ഒരു PYQ അനാലിസിസ് ചെയ്യാറുണ്ട്. സോ അതിൽ നമ്മൾ ദാറ്റ് ഇസ് പാസ്റ്റ് എക്സാംസിലൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു ട്രെൻഡ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആൻഡ് ഏതൊക്കെ ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ IGNOU മോഡൽ എക്സാംസ് ആണ്. സോ നമ്മൾ നമ്മുടെ ആ ഒരു എക്സാം ടൈം ആവുന്ന സമയത്ത് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അത് നമുക്ക് നിങ്ങൾ റിട്ടേൺ നമ്മൾ എക്സാം എഴുതുന്നതിന്റെ ഒരു ഐഡിയ കിട്ടും, നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്, ടൈം മാനേജ്മെന്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതേപോലെ നമ്മൾ എത്രത്തോളം കവർ ചെയ്തു, എങ്ങനെയൊക്കെ നമ്മൾ ഒരു എക്സാമിനെ നമ്മൾ എങ്ങനെ ആ ഒരു നമ്മുടെ റിട്ടേൺ എക്സാമിനെ നമ്മൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ എക്സാമിൽ കിട്ടും. അടുത്ത വരുന്നതാണ് IGNOU ഹെൽപ്പ് ഡെസ്ക് എക്സാം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. സോ എക്സാം ആവുന്ന ടൈമിൽ നമുക്ക് LearnWiseൽ ഒരു IGNOU എക്സാം ഹെൽപ്പ് ഡെസ്ക് ഓപ്പൺ ആവും. സോ നിങ്ങൾക്ക് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ക്വറീസും കാര്യങ്ങളെല്ലാം നമുക്ക് ഹെൽപ്പ് ഡെസ്ക് വഴി നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് അതിനുള്ള രജിസ്ട്രേഷനുള്ള ഹെൽപ്പും കാര്യങ്ങളും നമ്മൾ LearnWiseന്റെ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം EEP എന്ന് പറയുന്നത്. സോ ഒരു ഇംഗ്ലീഷ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ച് ഇംപ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് EEP എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കോഴ്സ് നമ്മൾ ലേണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഇയറിൽ അറ്റൻഡ് ചെയ്ത ലേണേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. സോ അത് സെക്കൻഡ് ഇയറിലും നമ്മൾ അതിന് അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നതാണ്. സോ അത് ഒരു ആഡ് ഓൺ കോഴ്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് കോ കരിക്കുലർ ഇവന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്കിപ്പം നമ്മളിപ്പോ ഒരു വെർച്വൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണല്ലോ. സോ നമുക്ക് നമ്മുടെ ഒരു കോളേജ് ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കോളേജ് ലൈഫിന്റെ ആ അതേ എക്സ്പീരിയൻസ് നമുക്ക് LearnWiseലൂടെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നമ്മളിപ്പോ ഓരോ ഇവന്റ്സും അതായത് ഓണം, ക്രിസ്മസ് അങ്ങനെയുള്ള ഓരോ ഇവന്റ്സും നമ്മൾ വെർച്വലി നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അടുത്താണ് അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഒരുപാട് നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസും അല്ലെങ്കിൽ അതേപോലുള്ള സെഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം LearnWise പ്രൊവൈഡ് ചെയ്യും.
സോ ഈ ഒരു റിസോഴ്സസും കാര്യങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ആൻഡ് അതിലൂടെ നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ അക്കാഡമിക് മാത്രമല്ല, നമ്മൾ ഇൻഡിവിജ്വലി നമ്മളെ ഒന്നും കൂടി ബെറ്റർ ആക്കുക എന്നുള്ളതും കൂടി നോക്കാം. സോ റെഡി ടു ഇന്നോവേറ്റ്, സ്റ്റേ കണക്റ്റഡ് വിത്ത് ലേൺ വൈസ്. സോ എന്ത് ക്വരീസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ ലേൺ വൈസോട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ മെന്ററുമായിട്ട് കണക്ട് ചെയ്യുക. സോ അങ്ങനെ എല്ലാ ഡൗട്ട്സും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളും ക്ലിയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിൽ, നല്ലൊരു ഫ്ലോയിൽ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഇയറും കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സോ എപ്പോഴും ലേൺ വൈസുമായിട്ട് കണക്ട് ആയിരിക്കാം. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീഷനെ കുറിച്ചും അതേപോലെ നമ്മുടെ ലേൺ വൈസിന്റെ ടൂൾസും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളത്. സോ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ടൂൾസും അല്ലെങ്കിൽ എല്ലാ റിസോഴ്സസും കാര്യങ്ങളെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ ഒരു ഇയർ, നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ക്രൂഷ്യൽ ഇയർ ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു ഇയർ സക്സസ്ഫുൾ ആയിട്ട് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. തേർഡ് സെമ്മില് നമുക്ക് 6 സബ്ജക്റ്റ് ആണ് ഉള്ളത്. 2 കോർ പേപ്പർ, 2 അല്ല 3 കോർ പേപ്പറുകളും അതേപോലെ ബാക്കി 4 ഇലക്റ്റീവുകളാണ് വരുന്നത്. അതിലെ 3 കോർ പേപ്പറിൽ 1 പ്രൊജക്റ്റാണ്. പിന്നെ നിങ്ങൾ അതിന്റെ ക്രെഡിറ്റ് നോക്കുക. പ്രൊജക്ടിന്റെ ക്രെഡിറ്റ് 8 വരുന്നത്. 2 പേപ്പറിന് തുല്യം. അവസാനം നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തുടക്കം തൊട്ടേ പറഞ്ഞുണ്ട് 28 സബ്ജക്റ്റുകൾ ക്ലിയർ ചെയ്യുന്നു എന്ന് പറയും. പക്ഷെ അവസാനം വരുമ്പോൾ 26 ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. 2 സബ്ജക്റ്റിന്റെ വാല്യൂ ഒരൊറ്റ പ്രോജക്റ്റ് കവർ ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. പ്രൊജക്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതൊരു 3 തേർഡ് സെമ്മിലെ സബ്ജക്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല. ഫോർത്ത് സെം എന്ന് വേണമെങ്കിൽ പറയാം. സിനോപ്സിസ് അപ്രൂവ് ആയി വരുമ്പോഴത്തേക്കിനും തേർഡ് സെം കഴിയുന്നുണ്ടാവും. പ്രൊജക്ടിന്റെ ഫൈനൽ പ്രൊജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴും ഫോർത്ത് സെമ്മിലായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയുള്ള നിങ്ങളുടെ സെക്കൻഡ് ഇയറും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനാവട്ടെ. ഇപ്പോൾ ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾ പരമാവധി നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ അക്കാഡമിക് ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ MBA ഡിഗ്രി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തട്ടെ. സോ എല്ലാവർക്കും ആർക്കും ഡൗട്ട് ഇനി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ.